ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിലാക്സ് ആൻഡ് വാച്ച്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ പ്രോഡക്റ്റാണ്. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണത്. നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ഗിംബൽ സെറ്റ് ചെയ്ത് മൊബൈലിൻ്റെ ആട്ടം കുറയ്ക്കാനും ഗിംബൽ പിടിക്കാനും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കുമല്ലോ ഈ യൂട്യൂബേഴ്സ് എപ്പോഴും, വ്ളോഗേഴ്സ് എപ്പോഴും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഒരു മോചനം എന്നുള്ള രീതിയിലാണ് ഈ പ്രോഡക്റ്റ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഡക്റ്റാണ് ഫിമിയുടെ പാം 2 എന്ന് പറയുന്ന ഗിംബൽ ക്യാമറ. നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറയിലാണ് നമ്മൾ സാധാരണ എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ DSLR ഷൂട്ട് ചെയ്യും. DSLRൻ്റെ സൈസ് ഒരു പ്രശ്നമാണ്. മൊബൈൽ ഫോൺ ആകുമ്പോൾ അതിൻ്റെ ആട്ടവും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഗിംബൽ തനിയെ വാങ്ങിക്കണം. ഗിംബലിൻ്റെ വെയിറ്റ് അതൊരു പ്രശ്നമാണ്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് വേറിട്ട് ചിന്തിക്കേണ്ട ഒരു സാധനമാണ് ഈ പറഞ്ഞ ഫിമിയുടെ പാം 2 എന്ന് പറയുന്ന സാധനം, ഗിംബൽ ക്യാമറ. ഇപ്പോൾ DJIയുടെ ഓസ്മോ പോക്കറ്റ് 2 എന്ന് പറയുന്ന ക്യാമറ, ഗിംബൽ ക്യാമറ, അത് യൂട്യൂബേഴ്സിനിടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ ഫിമി പാം 2 എന്ന് പറയുന്നത് ശരിക്കും അതിനുള്ള ഒരു എതിരാളി എന്ന് തന്നെ പറയാം. DJI ഓസ്മോ പോക്കറ്റ് 2 എന്നുള്ള ഒരു നല്ലൊരു എതിരാളി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന DJI ഓസ്മോ പോക്കറ്റ് 2ൻ്റെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ ഒരു ഗിംബൽ ക്യാമറയാണ് ഈ പറയുന്ന ഫിമിയുടെ പാം 2. ഇത് നമ്മുടെ ഷവമിയുടെ പ്രോഡക്റ്റാണ് എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഇതിൻ്റെ പാക്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങും ഈ ഷവമിയുടെ പേരൊന്നും കാണുന്നില്ല. ഷവമിയുടെ ഒരു സിസ്റ്റർ കൺസേൺ കമ്പനിയാണെന്നാണ് കേട്ടത്. എല്ലായിടത്തും ഷവമിയുടെ ആണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരിടത്ത് പോലും ഷവമിയുടെ ഒരു കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതിനും ഇതിനിപ്പം ഇന്ത്യയിൽ അവൈലബിലിറ്റി ആണ് ഒരു വലിയ പ്രശ്നം. ആമസോണിലൊക്കെ കറൻ്റ്ലി നോട്ട് അവൈലബിൾ ആണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ വാങ്ങിച്ചത് ബോംബെയിൽ ഒരാളുടെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഇന്ത്യ മൊമാർട്ടിൽ കണ്ടിട്ട് അയാളെ വിളിച്ച് സംസാരിച്ച്, അപ്പം പുള്ളിയുടെ അടുത്താണ് വാങ്ങിച്ചത്. ഓർഡറിങ് ഒക്കെ വളരെ സ്മൂത്തായിരുന്നു. കാര്യം പൈസ അങ്ങോട്ട് ഇട്ടു, അപ്പം തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ പുള്ളി കൊറിയർ ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം സാധനം ഇവിടെ എത്തി. ബ്ലൂ ഡാർട്ടിലായിരുന്നു. മിനിങ്ങാന്ന് പേ ചെയ്തു, ഇന്ന് ഉച്ചയ്ക്ക് സാധനം ഇവിടെ എത്തി. അപ്പം അതൊക്കെ വളരെ ഈസിയാണ്. പിന്നെ അതല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് alibaba.com ഓർഡർ ചെയ്യാം. ചൈനയിൽ നിന്നാണ് സാധനം വരുന്നത്. പക്ഷേ അത് കുറച്ച് ലേറ്റ് ആവും. പ്രൈസ് ഓൾമോസ്റ്റ് നിങ്ങൾ അലിബാബയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ടാക്സും കാര്യങ്ങളെല്ലാം ചേർത്ത് വരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന അതേ പ്രൈസ് തന്നെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് 19,500 രൂപയ്ക്കാണ്. DJI ഓസ്മോ പോക്കറ്റ് ഏതാണ്ട് 40,000 രൂപയോളം വരുന്നുണ്ട്, പോക്കറ്റ് 2. ഇത് വന്നിട്ട് 19,500 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അലിബാബയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 15 രൂപയ്ക്കൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ അതിൻ്റെ കൂടെ ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു സൈറ്റിലും ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് കണ്ടു. പക്ഷേ അത് വില കൂടുതലായിരുന്നു, 25,000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ ക്യാമറയെക്കുറിച്ചുള്ള യൂസേജ് റിവ്യൂവും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്ന പല വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് മാത്രമാണ്, പുതിയ പ്രോഡക്റ്റിൻ്റെ ഒരു അൺബോക്സിങ് മാത്രമാണ്. ഇതാണ് പ്രോഡക്റ്റ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ചെറിയ ബോക്സ് മാതിരിയാണ് ഇതിൻ്റെ പാക്കിങ്. നമുക്കിതെൻ്റെ ഇങ്ങനെ നല്ല നീറ്റായിട്ടുള്ളൊരു കോമ്പാക്റ്റ് പാക്കിംഗ് ആണ്. ഇതാണ് സംഭവം, ഫിമി പാം 2. ഇതിനുള്ളിൽ നല്ല ഒരു ചെറിയൊരു കേസ്, നല്ലൊരു റിജിഡ് കേസാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റിജിഡായിട്ടുള്ള ഒരു ക്ലോത്ത് ടൈപ്പ് കേസാണ്. അപ്പം ഇതാണ് പ്രോഡക്റ്റ്. നമ്മൾ കേസ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ ക്യാമറ. കണ്ടില്ലേ, ഉണ്ണിക്കണ്ണൻ ക്യാമറയാണ്. നമ്മുടെ കൈയുടെ അത്രയും പോലും ഇല്ല സൈസ്, കണ്ടോ? ഇത് ക്യാമറ. പിന്നെ ഇതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനുള്ളിൽ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്. C ടൈപ്പ് ചാർജറാണ്. അതിൻ്റെ
യൂസേജ് കാർഡ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാർജിങ് കേബിളും ഇതിൻ്റെ യൂസേജ് ഡീറ്റെയിൽസ് വരുന്ന കാർഡും പിന്നെ നമ്മുടെ ഗിംബലും, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഗിംബൽ ക്യാമറയിൽ. അപ്പോൾ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഈ ഇത്തിരി കുഞ്ഞിനെ നമുക്ക് പുറത്തെടുക്കാം. ഇത്രേ ഉള്ളൂ സാധനം. ഇത് കണ്ടില്ലേ, കയ്യിൽ ഇങ്ങനെ വെക്കാവുന്ന ഇതിനേ ഉള്ളൂ സാധനം. ശരിക്കും ഇങ്ങനെ പോലും നോക്കാനില്ല, ഇങ്ങനെ വെക്കാവുന്ന അത്രയും സാധനമേ ഉള്ളൂ. ഇതിൻ്റെ ക്യാമറ ഇതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ കാണാൻ പറ്റും. ഈ ക്യാമറയുടെ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇത്, ജോയ്സ്റ്റിക് ആണിത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇനി. അപ്പോൾ ശരിക്കും തീരെ ചെറിയൊരു ക്യാമറയാണിത് കേട്ടോ. 12 മെഗാ പിക്സലാണ് അതിൻ്റെ സൈസ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഡിയോ ജാക്ക് പിൻ കാണാൻ പറ്റും. ഈ ക്യാമറയുടെ ഫിമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണിത്. എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഈ DJI ഓസ്മോ പോക്കറ്റിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ സ്നോപ്പ വിമേറ്റ്, അങ്ങനത്തെ പല ഇതിലും ഞാൻ നോക്കിയപ്പോഴൊന്നും തന്നെ ഇതിലൊന്നും എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ കയ്യിൽ പിടിച്ച് മുഖത്തിനടുത്ത് വെച്ചാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതെങ്കിലും നല്ലൊരു ക്ലാരിറ്റി കിട്ടണമെന്നെങ്കിൽ എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഈ ഒരു കമ്പനിയുടെ ഇതിൽ മാത്രമേ ഞാൻ കണ്ടതിൽ ഈ എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂണിവേഴ്സൽ ട്രൈപോഡ് മൗണ്ടിനുള്ള ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ട്രൈപോഡിലോ അല്ലെങ്കിൽ മോണോപോഡിലോ നമുക്ക് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഏരിയൽ ഷോട്ട് എടുക്കാനായിട്ട് നമുക്ക് മേപ്പോട്ട് പൊക്കി പിടിച്ച് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഈ നെക്ക് റാപ്പ് ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു സംവിധാനവും ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീന്, പിന്നെ ജോയ്സ്റ്റിക്ക്, ഓൺ ഓഫ് സ്വിച്ച്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക്കലായിട്ടുള്ള ഇത്. 3 ഗിംബൽ മോട്ടേഴ്സാണ് ഇതിൽ. ഒന്ന് ഇവിടെ ഉണ്ടാവും, പിന്നെ ഒന്ന് ഇവിടെ, പിന്നെ ഒന്ന് ഇവിടെ. ഇത് 3 മൈക്രോ ഗിംബൽ മോട്ടേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ക്യാമറയെ സ്റ്റെബിലൈസ് ചെയ്ത് നല്ല ഇമേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഓൺ ചെയ്യുകയാണ്, നോക്കിക്കോളൂ. ഡിസ്പ്ലേ ഇവിടെ ഉണ്ട്. ക്യാമറ ഇപ്പോൾ കാലിബ്രേറ്റ് ചെയ്തിട്ടില്ല, അത് ഓട്ടോമാറ്റിക് കാലിബ്രേറ്റ് ചെയ്തോളും. നോക്കിക്കോളുക. കുഞ്ഞൻ റെഡിയായി, കണ്ടില്ലേ? ആൾ ചാടി എണീറ്റ് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ഇപ്പം ഫസ്റ്റ് എടുത്ത ഉടനെ വന്നേക്കുന്നത് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം ഇതാണ് ഇതിൻ്റെ അൺബോക്സിങ് ഡീറ്റെയിൽസ്. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് യൂസേജും റിവ്യൂ കാര്യങ്ങൾ എല്ലാം വന്നിട്ട് വരുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. അത് വന്നിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫി മോഡിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണത്. ഇവിടെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇതുണ്ടാവും. ഇപ്പോൾ സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെൽഫി മോഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. വ്ളോഗേഴ്സിന് നല്ല അടിപൊളി സാധനമാണ്. കാരണം വെയിറ്റ് തീരെ ഇല്ല, 120 ഗ്രാമിൻ്റെ വെയിറ്റേ ഉള്ളൂ. എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. സൈസ് തീരെ ചെറുതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇമേജ് ക്വാളിറ്റി ഞാൻ ഇതുവരെ കണ്ടതൊക്കെ വളരെ നല്ല ഇമേജ് ക്വാളിറ്റിയാണ്.
അപ്പം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഉപയോഗം, അതിൻ്റെ റിവ്യൂസ്, അതിൻ്റെ ഇമേജ് ക്വാളിറ്റി, അതിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു സെറ്റിംഗ് പോലും നമ്മൾ ചെയ്തിട്ടില്ല. അതൊക്കെ ഇനി നോക്കി വിശദമായി ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഏതാണെന്നുള്ളത് വരുന്ന വീഡിയോകളിൽ തീർച്ചയായിട്ടും ഞാൻ കാണിക്കാം. അപ്പോൾ എൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഉപകാരപ്രദമായ അൺബോക്സിങ്ങുകളും അതല്ലാണ്ട് മറ്റ് പല ഉപകാരപ്രദമായ വീഡിയോകളും ഞാൻ തുടർച്ചയായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിനും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇതിൻ്റെ റിവ്യൂ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. ഇത് ശരിക്കും നമ്മുടെ ഓസ്മോ പോക്കറ്റ് 2 ക്യാമറയ്ക്ക് ഒരു നല്ലൊരു വില്ലൻ എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. അതിനേക്കാൾ ഇത്തിരി കൂടെ സൈസ് ചെറുതാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഏതാണ്ട് 3 ഇരട്ടിയോളം ബാറ്ററി കപ്പാസിറ്റി ഇതിന് ജാസ്തിയാണ്. അതിന് 800 mAh ആണ് അതിൻ്റെ ബാറ്ററി. ഇതിന് 2300 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 5 മണിക്കൂറോളം കണ്ടിന്യൂസ് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിയെ നോക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം നോക്കാം.